ഞാനിന്നേ ഒരു സ്പെഷ്യൽ മീൻകറി വയ്ക്കാൻ പോവുകയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നെമ്മീനോ മോതയോ ചൂരയോ അങ്ങനെ, പക്ഷേ ഒന്നുമല്ല കേട്ടോ. വേറെ നിസ്സാരമായ ഈ ചാള കൊണ്ട് ഞാനൊരു മീൻകറിയല്ല അടിപൊളി ഒരു മീൻകറി വയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു അരപ്പുണ്ട്, ഞാനത് കാണിച്ചുതരാം. ഈ അരപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ കാര്യം മുഴുവനും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുത്തെടുത്തതാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഈ ചൊവ. ചെറിയ ഉള്ളി ഒരെണ്ണം, ഇച്ചിരി പുളി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഉലുവയും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അത് അരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് ഒഴിച്ച് ഇനി ഇതിൽ കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കൂട്ടെല്ലാം കലക്കി വെച്ചു. ഇനി അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഇച്ചിരി മാങ്ങ, പച്ചമുളക്, മുരിങ്ങയ്ക്ക ഇത്രയും കൂടെ എടുത്ത് ഇതിലോട്ടിട്ട് ഒന്ന് ഗ്യാസിലോട്ടൊന്ന് വയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ചാറോട് കൂടിയുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ചാറോട് കൂടിയൊക്കെയാണ് വയ്ക്കാൻ പോകുന്നത്, കാരണം കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചാറോട് കൂടി മീൻകറി ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.